പെരുവന്താനത്ത് വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലെത്തിയ ഭിന്നശേഷിക്കാരൻ വീൽ ചെയറോ അനുബന്ധ സൗകര്യങ്ങളോ ഇല്ലാത്ത കാരണത്താൽ വോട്ട് ചെയ്യാനാവാതെ മടങ്ങി. പെരുവന്താനം കൊടികുത്തിയിൽ മുടത്തിപ്ലാക്കൽ വീട്ടിൽ ബിനു എം കോശിയാണ് വോട്ട് ചെയ്യാനാവാതെ മടങ്ങിയത്. സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയായ ബിനു കുടുംബസമേതമാണ് തന്റെ കാറിൽ വോട്ട് ചെയ്യാൻ എത്തിയത്. പെരുവന്താനം പഞ്ചായത്തിൽ 14-ാം വാർഡിൽ ബൂത്ത് നമ്പർ 122-ലായിരുന്നു വോട്ട്. കാറിൽ നിന്നും പോളിംഗ് ബൂത്ത് വരെ പോകാൻ വീൽ ചെയർ ആവശ്യപ്പെട്ടെങ്കിലും സൗകര്യം ലഭ്യമല്ലെന്നാണ് ഉദ്യോഗസ്ഥർ നൽകിയ മറുപടി. കൂടെ ഉണ്ടായിരുന്ന കുടുംബാംഗങ്ങളായ 3 പേരും വോട്ട് ചെയ്തെങ്കിലും 1.5 മണിക്കൂർ നേരം കാത്തുനിന്ന് തനിക്ക് അവകാശം നിഷേധിക്കപ്പെട്ടതായും ഭിന്നശേഷിക്കാർക്ക് മതിയായ സൗകര്യം പോളിംഗ് സ്റ്റേഷനിൽ ഒരുക്കിയെന്ന ഇലക്ഷൻ കമ്മീഷന്റെ പ്രഖ്യാപനം നടപ്പിലായില്ലെന്നും ബിനു പറഞ്ഞു. ഇത് രേഖപ്പെടുത്താനായിട്ട് വന്നപ്പോൾ ഇന്ന് നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ഭിന്നശേഷിക്കാർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി വാഹനങ്ങൾ അറേഞ്ച് ചെയ്യുന്നു, അതുപോലെ തന്നെ ബൂത്തിലെത്തിയാൽ അവിടെ വീൽചെയർ സംവിധാനമൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ വാഹനം അറേഞ്ച് ചെയ്യേണ്ട, ഞാൻ എൻ്റെ സ്വന്തം വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ട് വന്നതാണ്. ID പ്രൂഫ് കൊണ്ട് ഇവിടെ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ വീൽചെയർ സംവിധാനം ഇല്ല. അത് ഞാൻ ഇവിടുത്തെ പോളിംഗ് ഉദ്യോഗസ്ഥരോട് അന്വേഷിച്ചപ്പോൾ വീൽചെയർ ഇല്ല എന്നാണ് അവർ വളരെ നിഷ്ക്രിയമായിട്ട് പറയുന്നത്. വീൽചെയർ ഇല്ല, അതിന് മറ്റു നടപടികളോ കാര്യങ്ങളോ ഒന്നും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മൗലികാവകാശമാണ് വോട്ട് ചെയ്യാന്നുള്ളത്. വോട്ട് ബഹിഷ്കരിച്ച് മടങ്ങി പോകേണ്ട സാഹചര്യം. ഇടുക്കി വിഷൻ ന്യൂസ്, പീരിമേട്.